വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ്, മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്ത് ഞാൻ ഇന്നും നല്ലൊരു ഗ്രീൻ ടീ ഒരു ദിവസം ഒരു 3 നേരമെങ്കിലും കാലത്തൊന്നും വൈകുന്നേരവും രാത്രി കാലങ്ങളിലും ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. കാരണം അത് ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ നമ്മുടെ ഹെൽത്തിന് ആവശ്യ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഇഡ്ഡലിയും ദോശയും രണ്ടിനെയും കൂടെ ഒരു കോംബോ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. കാരണം ഇവിടെ കിട്ടുന്ന ഈ ഇഡ്ഡലി റൈസൊക്കെ നല്ല ക്വാളിറ്റിയാണ്, അപ്പോൾ അത് നല്ല രുചിയാണ് നമ്മൾ വീട്ടിൽ അരയ്ക്കുന്ന മാവിന്. പിന്നെ രാവിലെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാലയുടെ ക്ലീനിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് വെജിറ്റബിൾസ് വന്നിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ഇത് വന്നിട്ട് ഇവിടെ ഒരു പഴമുതിർ നിലയം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ഇന്ന് വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ക്യാബേജ്. ഇവിടെ കിട്ടുന്ന ക്യാബേജ് വന്നിട്ട് വളരെ ഫ്രഷാണ്. അതായത് ചെന്നൈയിലൊക്കെ ഈ കോവൈ പഴമുതിർ നിലയം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അവരുടെ ഒരുപാട് സ്ഥലത്ത് അവരുടെ കടകളുണ്ട്. കോയമ്പത്തൂരാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. പക്ഷേ ചെന്നൈയിൽ ഇവിടെ ധാരാളം വളരെ ഫ്രഷായിട്ട് അവർക്ക് തന്നെ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ട്, മലക്കറിയൊക്കെ അവരവിടെ തന്നെ കൃഷിയൊക്കെ ചെയ്തിട്ട് കിട്ടാത്തത് മാത്രം പുറത്തുനിന്ന് വരുത്തി അങ്ങനെയാണ്. പക്ഷെ ഭയങ്കര ഫ്രഷായിരിക്കും. ഇപ്പം ചെന്നൈയിൽ നോക്കിയാൽ ഇവിടെ ഹോം ഡെലിവറി നമ്മൾ ലിസ്റ്റ് കൊടുത്താൽ കറക്റ്റായിട്ട് വീട്ടിൽ കൊടുത്തത്. അപ്പോൾ ഭയങ്കര വാസനയാണ്. ഈ മായ ഒന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായിട്ടുള്ള മലക്കറികളാണ് ഇവിടെ കിട്ടുന്നത്. വിലയും വളരെ ന്യായമായിട്ടുള്ള വിലയെ അവർ ഈടാക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ നിന്നാണ് സാധാരണ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഇന്ന് നമ്മുടെ ഏഞ്ചൽ വന്നിട്ട് നമ്മുടെ ഇന്നത്തെ ഷൂട്ടിങ്ങിനുള്ള എങ്ങനെ പോസ് ചെയ്ത് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊള്ളാവോ, നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇത് വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഫ്ലാറ്റിൽ ഈ വുഡ് വർക്കൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അവിടുത്തെ ഈ കബ്ബേർഡിൻ്റെ കാര്യങ്ങളും ഇതുമൊക്കെ പുതുക്കിയിട്ടൊന്ന് ചെയ്തതാണ്. അപ്പോൾ അമ്മ ആണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴേക്കും നല്ല ഒരു നല്ലൊരു ലുക്കാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ഒരുപാട് നമുക്ക് സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും കിട്ടും. അത് കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴും പോലെ നമ്മൾ ചുമ്മാ ഒരു കാർ റൈഡിന് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ നല്ല ഒരു ഭംഗിയാണ്, സുഖമായിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ്, ഹൈവേ ആണിത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചോട്ട് പോകുമ്പോഴേക്കും കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള റോഡുകളും അതിൻ്റെ നടുവിലൊക്കെ ഇങ്ങനെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടും കാണാനും അതിൽ കൂടെ യാത്ര ചെയ്യാനും ഒക്കെ നമ്മൾക്ക് എത്ര പോയാലും മതിയാവില്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ നല്ല ലൈറ്റും ഇതിൻ്റെ റോഡിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ കാണുമ്പോഴേക്കും നമ്മൾ എത്ര ദൂരം പോയാലും നമ്മൾക്കത് തിരിച്ച് വരുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു ഇതുപോലെ തോന്നും. അതിൻ്റെ മുകളിലായി ലൈറ്റ് കാണുന്നതൊക്കെ നേരിട്ട് കാണാൻ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും വളരെ ആകർഷകമായിരിക്കും. എല്ലാ ആഴ്ചയിലും ഇതുപോലെ തന്നെ ഇങ്ങനെ പല ഹൈവേയിൽ കൂടെ ചുമ്മാ ഒരു ടൂറ് പോയിട്ട് വരും. അപ്പം മുകളിൽ കാണുന്ന ഈ നല്ല നീണ്ട നിരയിലുള്ള ഈ ലൈറ്റുകൾ വന്നിട്ട് അത് ഭയങ്കര പ്രകാശമാണ്. അപ്പോൾ അങ്ങ് പോകുമ്പോഴേക്കും നല്ല പകൽ പോലെ ആയിരിക്കും വെളിച്ചം. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഈ സമയത്ത് റൈഡിന് പോകാറുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടുമൊക്കെ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് രാത്രിയിൽ പല വണ്ടികളിലും ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക, തുടർന്നും കാണുക.